ഈ അപ്പൂട്ടിനെ ഇനി കുത്തി ഉണർത്തിയാലേ പറ്റൂ. നേരെ ഒത്തിരിയായി. തിയേറ്ററിൽ ചെല്ലുമ്പോ സിനിമ പാതിയാവും. നല്ല പുള്ളിയാ. എന്തൊരുറക്കമാ. പോയി കുളിച്ച് റെഡിയാവും. പോകാറായി. നീ കിടന്ന് ബഹളം വെക്കാതെ. ഞാൻ വന്നിട്ട് വിളിച്ചോളാം. തീർന്നില്ല പരാതി. അമ്മേ കാപ്പി കൊണ്ടുവരാം. അലക്ക് കഴിഞ്ഞിട്ട് പെണ്ണ് കെട്ടാൻ നേരമില്ലെന്ന് പറഞ്ഞ പോലെ നിന്റെ അലക്കാമ്പിന് പൂട്ടി എവിടെയെങ്കിലും പോകാൻ പറ്റുമോ? എന്റെ പണി കഴിഞ്ഞു. ഞാൻ ഇപ്പൊ റെഡിയാവും. മോനെ, നീ എന്ന് പറഞ്ഞാൽ അവക്ക് ജീവനാ. അപ്പച്ചി, ഞങ്ങൾ ഇറങ്ങട്ടെ. ഞാൻ വന്നിട്ടേ സിനിമയുടെ കഥ മുഴുവനും പറഞ്ഞുതരാം, വള്ളി പുള്ളി വിടാതെ. അപ്പോ ഇവിടെ അപ്പുറത്തുണ്ട്. ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി മോളെ. അപ്പേട്ടാ, അപ്പേട്ടാ, ഓടി തളർന്നുപോയി. നല്ല പുള്ളിയാ. സിനിമയ്ക്ക് പോകാൻ ഇറങ്ങിയിട്ട് ഒറ്റയ്ക്കൊരൊറ്റ പോക്ക്. എന്താ അപ്പേട്ടാ? നമുക്ക് ഇനിയൊരിക്കൽ പോവാം സിനിമയ്ക്ക്. അപ്പേട്ടൻ എന്താ ഒരു വല്ലായ്മ? ഏയ് ഒന്നുമില്ല. നുണ. എന്തോ കുഴപ്പമുണ്ട്. എന്റെ അപ്പേട്ടനെ എനിക്കറിയില്ലേ. ഇങ്ങോട്ട് നോക്കി. ഞാൻ തന്നെ അപ്പേട്ടാ. സീതോ പോയിക്കോ, ഞാൻ പിന്നെ വരാം. അപ്പേട്ടനും വാ. സീതോ പോയിക്കോ, ഞാൻ വന്നേക്കാം. വരാൻ. സീതോ പോയിക്കോ, ഞാൻ വന്നേക്കാം. പുറത്തേക്ക് പോയിരിക്കുവാ. സാരല്ല, വരട്ടെ. സാധനം അകത്തുണ്ടല്ലോ. അറിഞ്ഞൂടാ. നമ്മളെ മുത്ത് എവിടെ പോയേ? എവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സാധനം അകത്ത് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ? നീ ഒന്ന് പോയി നോക്കിയേ. ഇല്ല, എനിക്ക് അറിഞ്ഞൂടെന്ന് പറഞ്ഞില്ലേ. ആ ബെഞ്ചിൽ ചെന്നിരിക്കെ. അവരാരെങ്കിലും ഇപ്പൊ വരും. നോക്കി, എനിക്കാന്ന് പറഞ്ഞ വേറൊരു വസ്തും പറയില്ല. നീ ഒന്ന് പോയി നോക്കിയേ. ഇല്ല, ആ ബെഞ്ചിൽ ചെന്നിരിക്കെ. എന്തുണ്ടൊക്കെ എന്നാലും നീ ചിരിക്കുന്നത്? എന്റെ അപ്പൻ ചത്ത. പിന്നെയും നീ എന്തുണ്ടാ ചിരിക്കുന്നത്? ഒരു വീക്ക് വെച്ചതല്ലോ. എനിക്ക് തോന്നുന്നത് നെയ്യ് ഇവിടെ ഇരുന്നോണ്ടാവും അവൾക്കൊരു ചെറിയ മടിയെന്നാണ്. നെയ്യ് ഇവിടെ നിന്ന് മാറി തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി ഒന്ന് കൊത്തി നോക്കാം. അല്ല എന്നുവെച്ചപ്പോ ഞാൻ വേണ്ട അങ്ങോട്ടും അങ്ങോട്ടും മാറാ. പക്ഷേങ്കി നിങ്ങൾ ചെന്നൊരു കുണ്ടാമണി ചാടി പോകുന്ന സംഗതി ഇപ്പൊ സംഭവട്ടാ. അല്ല മനസ്സിലാവണ്ടല്ലോ. ഇത് തല്ലിപ്പൊളി ആക്കുക. ഒരു തല്ലിപ്പൊളി ആക്കലും ഇല്ല. നീ ഒന്ന് മാറി തന്നരാ കുരിശേ. ശരി ശരി. അവര് എത്തിയിട്ടില്ല അല്ലേ? എത്തിയാ നിങ്ങൾക്ക് കാണാമല്ലോ. അല്ല എന്നുവെച്ചപ്പോ എനിക്ക് വേലിനോട് ഭയങ്കര ഇഷ്ടണേ. അതുപോലെ എനിക്കും എന്നോടും. നിങ്ങൾ ഇന്ന് അവിടെ ഇരിക്കണം. എന്നുവെച്ചപ്പോ അവര് എത്തിയിട്ടില്ല. അവരെത്തണ വരെ ഞാനും കൂടി ഉള്ളില് എന്നുവെച്ചപ്പോ അല്ല നമുക്കിരുന്ന് സംസാരിക്കാം അങ്ങനെ പറയണേ. എന്റെ കിളിയണിച്ച പോവുകയും ചെയ്തു. നിങ്ങളുടെ അകത്തേക്കാൻ നടന്നേ. എന്തായി കുഞ്ഞുപാലത്തെ വല്ലതും നടന്നോ? എന്തുകൊണ്ട് നീ പോയി തൊലിക്കാൻ വന്നല്ല. അല്ല ആശനപ്പത്തി ഇപ്പൊ തന്നെ ഇത് തങ്കേ തങ്കേ നീ വാ. എന്നിട്ട് പച്ചക്കിരിക്കുന്നു. എന്നുവെച്ചപ്പോ കിട്ടാണ്ട പോലും കുടിക്കാൻ പറ്റുമോ? എന്നെ വിളിച്ചോ? ആ ഇങ്ങോട്ട് വാ.
ഇതങ്ങോട്ട് വെക്ക്, എന്നിട്ടൊരു കുപ്പിയും ഒന്ന് ഗ്ലാസ് എടുത്തു. ഹലോ, ഈ പെണ്ണുങ്ങളുണ്ടല്ലോ, നമ്മളെ പോലും നല്ലടാപ്പ. എന്നുവെച്ചപ്പോ ഞാൻ ഇവിടെ വന്നപ്പോ നമ്മുടെ പാണ്ടി ഇവിടെ ഇല്ല. അപ്പൊ നമ്മളുള്ള ആ അടുപ്പത്തിന്റെ മുകളില് ഞാൻ തങ്കമ്മോട് ഇത്തിരി സാധനം ചോദിച്ചു. അപ്പൊ അവള് പറയണു പറ്റില്ലാന്ന്. അല്ല, അത് ഓരോരുത്തരുടെ രീതി എന്ന് വെച്ചാൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഒഴിക്കാൻ എടീ, കുഞ്ഞിപ്പാലു എന്ന് വെച്ചാ നമ്മുടെ ആളാ. ഏതാ? നമ്മുടെ സ്വന്തം. അങ്ങനെ വന്ന് ചോദിച്ചാ ഇവിടെയുള്ള എന്തും കൊടുക്കാം. അടുത്ത തൃശ്ശൂർ പൂരത്തിനെ ഞങ്ങൾ പങ്കുവച്ചോടത്തിന് പോവുക. നമുക്കറിയാവോ? അല്ലേ ഒളിയാ? ആ, നീ അകത്ത് ചെന്ന് ഒരു കുപ്പിടി എടുത്തു. എന്നുവെച്ചപ്പോ നമ്മൾ സംസാരിച്ച ആ വിഷയം ഉണ്ടല്ലോ, പൂരത്തിന്റെ കാര്യം, സംഭവം എടുത്തു. ബിസിനസിന്റെ പരിപാടി ഉണ്ടെന്ന് വെച്ചാ ഇനി വൈകിച്ചാ പറ്റില്ല. വാറ്റ് പരിപാടി ഉടനെ തുടങ്ങണം. ഈ സാധനവും വിളമ്പാൻ തങ്കമ്മയും കൂടി ഉണ്ടെന്ന് വെച്ചാ എന്റെ പൊന്നു പോനെ, പൂരം കഴിയുമ്പോഴേക്കും നീ കോടീശ്വരൻ. നിനക്ക് വല്ലതും മനസ്സിലാവട്ടാ? തങ്കമ്മ വേണോ? അവളല്ലടാ ബിസിനസിന്റെ ആണി. വേലുവാ, അവള് വിളമ്പി കൊടുത്തിട്ടുണ്ടെങ്കിലോ പച്ചവെള്ളം പോലെ എന്റെ തലയ്ക്ക് കിരികിരിക്ക് ചെയ്ത് പിടിക്കടാ. അതാ